അതുതന്നെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ പാലം നിർമ്മാണമാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാലത്തിന് കുറച്ചുകൂടി കരുത്ത് വേണം, കുറച്ചുകൂടി ബലം വേണം, കുറച്ചുകൂടി ഉറപ്പ് വേണം, കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകാൻ തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ വേണം. അതിനുവേണ്ടിയുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിനിടയിൽ ഒരു ഹിറ്റാച്ചി കൂടി അവിടേക്ക് ആ പുഴയിലൂടെ ഇറക്കി പുഴക്കരയുടെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഒരെണ്ണം പുഴയുടെ മറുകരയിലുണ്ട്, ഒരെണ്ണം പുഴയിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പ്ലാറ്റ്ഫോം എന്ന് ഉദ്ദേശിച്ചത് ഈ പാലത്തിന്റെ ലാൻഡിംഗ് പോയിന്റ്, അവിടെ മണ്ണൊക്കെ ഇടിഞ്ഞ് അവിടെ പാറക്കല്ലുകളും മറ്റുമൊക്കെ വന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് അത് ഇരിക്കുന്നത്. സ്വാഭാവികമായും ഈ പാലത്തിന്റെ ഒരു ലാൻഡിംഗ് പോയിന്റ് എന്ന നിലയിൽ അവിടെ കുറച്ച് ഉറപ്പും ബലവും ഒക്കെ വേണം. അതുകൊണ്ട് മറ്റിടങ്ങളിൽ നിന്ന് മണ്ണും കല്ലുമൊക്കെ എടുത്ത് അവിടെ ലെവൽ ചെയ്തുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ആ അർത്ഥത്തിൽ ആ ലാൻഡിംഗ് പോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു നടപടിക്രമങ്ങൾ കൂടി ഇതിനോടനുബന്ധിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഈ പാലം നിർമ്മാണം അതിന്റെ ദ്രുതഗതിയിൽ തന്നെ പോകുന്നു. ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു ടീ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് സൈനിക സംഘം. അത് സന്നദ്ധ സേവകർ ഉൾപ്പെടെയുള്ളവർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കട്ടൻ ചായയും ബ്രെഡും ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അത് കഴിക്കുകയാണ്. എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർ ആ രീതിയിലൊരു ഗ്യാപ്പ് എന്ന് പറയാനാവില്ല, എന്നാൽ പോലും ഒരു നേരിയ ഇടവേള, ഒരു റിഫ്രഷ്മെന്റ് ടൈമായിട്ട് അവർ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത്രത്തോളം അർപ്പണബോധത്തോടു കൂടി തന്നെയാണ് ഈ പാലം നിർമ്മാണത്തിൽ അവർ വ്യാപൃതരായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന ഫ്രെയിം സ്ട്രക്ചർ, അതിന്റെ അവസാനത്തെ ഒരു പാളിയിലും കൂടി മൂന്നാമത്തെ ഒരു ലെയർ കൂടി വെക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കുറുകെയുള്ള ഈ പ്ലാറ്റ്ഫോം സജ്ജീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കൂടി ഒരുക്കിയതിനു ശേഷം മുന്നിലേക്ക് തള്ളി നീക്കുമെന്നുള്ളതാണ്. അങ്ങനെ ആ മുന്നിലേക്ക് തള്ളി നീക്കുമ്പോൾ സ്വാഭാവികമായും ആ പോയിന്റിലെ അവസാന ഭാഗം അത് മറുകരയിലേക്ക് എത്തും, പുഴയുടെ മറുകരയിലേക്ക് എത്തും. അതിന് മുന്നോടിയായി കൂടിയാണ് രണ്ട് ഹിറ്റാച്ചി അവിടെ എത്തിക്കൊണ്ട് ആ പ്ലാറ്റ്ഫോമിന് വേണ്ടി, അല്ലെങ്കിൽ ആ ലാൻഡിംഗ് പോയിന്റിന് വേണ്ടിയുള്ള കുറച്ച് ക്ലിയറൻസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്ലാറ്റ്ഫോം സജ്ജീകരിക്കാൻ എത്ര സമയമെടുക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് ലഭ്യമായിട്ടില്ല. സൈനികർക്കാണ് അതിന്റെ വകുപ്പുകൾ അറിയുക. പക്ഷേ മനസ്സിലാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്നുള്ളത് ഈ ഫ്രെയിം സെറ്റ് ചെയ്യുക, ഈ സ്ട്രക്ചർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഈ കടന്നു പോകുന്ന പാലത്തിന്റെ, വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ബെയിലി പാലത്തിന്റെ കരുത്തും ഉറപ്പും ബലവുമെല്ലാം ഇതിന്റെ വശങ്ങളിലുള്ള പാനലും അതിന്റെ ഈ സ്ട്രക്ചറുമാണ്. അത് ആയിക്കഴിഞ്ഞാൽ പിന്നീട് കരുത്തുറ്റ പ്ലാറ്റ്ഫോമുകൾ അതിലിട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതിന് അധികം സമയമെടുക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു പ്രഥമദൃഷ്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. എത്രത്തോളം സമയം എടുക്കുമെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഏതായിരുന്നാലും അധിക സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരില്ല. ഈ സ്ട്രക്ചറും ഈ ഫ്രെയിമും രൂപപ്പെടുത്തിയെടുക്കാനെടുത്ത സമയത്തോളം വേണ്ടി വരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രക്ചറിന്റെ, ഈ ഫ്രെയിമിന്റെ അവസാന ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ, അത് വൈകാതെ പൂർത്തിയായി കഴിഞ്ഞാൽ അവർ ആ പ്ലാറ്റ്ഫോം വിരിക്കുന്നതിലേക്ക്, ആ പ്ലാറ്റ്ഫോം ഫിക്സ് ചെയ്യുന്നതിലേക്ക് കടക്കും. അത് വളരെ പെട്ടെന്ന് കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. നേരത്തെ ഈ വശങ്ങളിലുള്ള ഇരുമ്പ് പാളികൾ കൊണ്ടുവന്ന ലോറി, ആ ഇരുമ്പ് പാളികളെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് ആ ലോറി മടങ്ങുകയാണ്. ഇനി ഒരു പക്ഷേ ഇനി വരുന്ന ലോറിയിൽ ഉണ്ടാവുക ഇതിലെ പ്ലാറ്റ്ഫോമുകളായിരിക്കും, അവിടെ വിരിക്കേണ്ട സംഗതികളായി പ്ലാറ്റ്ഫോം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം ആ വശങ്ങളിൽ ഉറപ്പിക്കേണ്ടവയൊക്കെ ഏതാണ്ട് എടുത്തു കഴിഞ്ഞു, ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ആ ലോറി മാറിയതിനു ശേഷം മറ്റൊരു ലോറി വരുന്നത് സ്വാഭാവികമായും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വിരിക്കേണ്ട ഉപകരണങ്ങളുമായിട്ടായിരിക്കും എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. ഏതായിരുന്നാലും വൈകാതെ അത്തരം നടപടികളിലേക്കും സൈന്യം കടക്കും. ആ പാലം അതിന്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കം ചില മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ഏതായിരുന്നാലും ആദ്യഘട്ടത്തിന് വരുന്ന റെസ്ക്യൂവിനെത്തുന്ന ആളുകൾക്ക് നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഈ പുഴയുടെ മധ്യഭാഗത്തായി ഒരു ബീം സ്ഥാപിക്കുന്ന കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടോ? പുഴയുടെ മധ്യഭാഗത്ത് ഏതെങ്കിലും ക്രമീകരണങ്ങൾ ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒരു ബീം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ?
സംവിധാനിച്ചു. അത് ചെറിയൊരു പാലമാണ്, നടന്നു പോകാൻ തക്ക വിധത്തിലുള്ളൊരു സംവിധാനമാണ് അവിടെ ഒരുക്കുന്നത്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ബെയിലി പാലത്തിലൂടെ വലിയ വാഹനങ്ങൾ കടത്തിവിടുക, ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടത്തിവിടുക, ഹിറ്റാച്ചി ഉൾപ്പെടെ JCB ഉൾപ്പെടെ കടത്തിവിടുക, ദുരന്ത മേഖലയിലേക്ക് ആംബുലൻസുകൾ പോയിട്ട് അവിടെ നിന്ന് മൃതപ്രായരായവരോ അല്ലെങ്കിൽ മൃതശരീരവുമായിട്ടോ ഉള്ള വാഹനങ്ങൾ കടത്തിവിടുക, അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് സമാന്തര പാലം, അത് രക്ഷാപ്രവർത്തകർക്ക് നടന്ന് മറുകരയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ്. അതും സമാന്തരമായി തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമീൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അതിവേഗം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നിർണായകമായ രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം. അത് സൈന്യം ഇടവേളകൾ വിശ്രമങ്ങളൊന്നുമില്ലാതെ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിലേക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.